ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ഇതാ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു നല്ല വടയുടെ റെസിപ്പിയാണ്. പുറമൊക്കെ നല്ല മൊരിഞ്ഞ് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വടയാണ്. ഇതൊരു ചട്നി കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കടായിയാണ്. കടായിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം 2 കപ്പ് വെള്ളം ഒഴിച്ചു. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടേ. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഈ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ്. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവ കറക്റ്റായിരിക്കും. അപ്പം നമ്മൾ വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിം മാറ്റിയിട്ട് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പകുതിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരുന്ന ബാക്കി റവയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ട് 1 കപ്പ് റവ അളന്നെടുത്ത് ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ആ വെള്ളം ഒന്ന് വറ്റി ഒരു നല്ലൊരു പാകം വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുകയല്ലേ, ഇങ്ങനെ വാട്ടി കുഴക്കുകയല്ലേ, ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ച് നമ്മളിങ്ങനെ എടുക്കുവാണേ. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ഒരു പരുവാകുന്നിടം വരെ അങ്ങനെ ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസി വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മുടെ ഈ കടായിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ പരുവം വരെയാണ് നമ്മളിത് അടുപ്പത്ത് വെക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണേ. ഇനി നമുക്കൊരു സ്റ്റീൽ തട്ടെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം ആ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കടായിൽ നിന്ന് ഈ പ്ലേറ്റിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ആറാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആ മാവ് മുഴുവനും ഞാൻ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തടവിയ ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതൊരു നല്ല ആറി നമുക്ക് വടയുടെ ഒരു പരുവത്തിലോട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റിൽ ആറാൻ വെച്ചിരിക്കുന്ന ആ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചേർക്കുന്നില്ല. കയ്യിൽ എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് നമ്മുടെ കയ്യിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ കയ്യിൽ വെച്ചൊന്ന് പരത്തി അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്യണം. ഉഴുന്നുവടയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിന് ശേഷം സെൻറ്ററിലൊരു ഹോളിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിലും വലിപ്പത്തിലുമാണ് ഞാനിപ്പം വട എടുത്തിരിക്കുന്നത്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ മാവ് മുഴുവനും അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. കുറച്ച് കുരുമുളക് ചതച്ചതൊക്കെ ചേർത്താലും നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആ മാവ് ഈ ഒരു ഷേപ്പിൽ കുറേ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകണം. നന്നായിട്ട് ചൂടാകുമ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വെളിച്ചെണ്ണയിലോട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ഒരു 4-5 എണ്ണമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടത് മുങ്ങി ഇതിനകത്ത് കിടക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നീട് നമ്മുടെ
ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടും ലോ ഫ്ലെയിമിലോട്ടും മാറ്റി കൊടുക്കണം. ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ടിത് പുറം നന്നായിട്ട് മൊരിഞ്ഞ് വരും. രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് എടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് 4 മണിക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് നല്ല ഒരു 4 മണി പലഹാരമാണ്. ഇപ്പം രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ കാണുമ്പം തന്നെ അറിയാം നല്ലൊരു ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞാണിത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ആ വടയുടെ ഷേപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി മാവും കൂടെ എണ്ണയിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു അളവിലുണ്ടാക്കുന്ന ഈ ഒരു വട ഒരു 20 എണ്ണമെങ്കിലും നമുക്ക് കിട്ടും. അത് ധാരാളം മതിയാവും നമുക്ക് ചായക്കൊക്കെ കടിക്കാനായിട്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതും ഇതുപോലെ രണ്ട് സൈഡും മൊരിയിച്ച് നമുക്കെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ പിന്നെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വട ഓരോന്നോരോന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുക്മ കിച്ചൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ. നമ്മൾ വടയെല്ലാം എടുത്തു കഴിഞ്ഞു. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് ചട്നിയാണ് ഏറ്റവും നല്ലത്. നമുക്കിത് ചട്നിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. ഇതാ പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ടും അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്ന നല്ലൊരു വടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വട കഴിക്കാനായിട്ട് തേങ്ങാ ചട്നിയാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ തേങ്ങ ചട്നിയും കൂടെ തയ്യാറാക്കി ഇത് കഴിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.